ഇനി വയസ്തജ്മിറു സുമ്മ യസ്തൻജി ബിൽ മാഇ വയുജ്സിഉഹു അൽ ഇസ്തിജ്മാറു ഇല്ലം യഅദുൽ ഖാരിജു മൗളിഅൽ ആദത്തി. മലമൂത്ര വിസർജന ശേഷമുള്ള ശുദ്ധീകരണത്തിൽ 3 രീതിയാണ് പൊതുവെ പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന് വെള്ളം കൊണ്ട് മാത്രം ശുദ്ധിയാക്കുക, മറ്റൊന്ന് കല്ല് കൊണ്ട് മാത്രം ശുദ്ധിയാക്കുക. നബിയുടെ കാലത്ത് പലപ്പോഴും വെള്ളത്തിനേക്കാളേറെ കല്ലാണ് ഉപയോഗിച്ചത്. ഒന്ന് വെള്ളത്തിന് ലഭ്യത കുറവുണ്ടാവാം, ഇന്നത്തെ പോലെ സൗകര്യം സംവിധാനമൊന്നും അന്നില്ല. അന്ന് വെള്ളം കൂടെ താങ്ങി പിടിച്ച് കൊണ്ടുപോകാനാണ് പതിവ്. അപ്പോൾ അവിടെ നബിയും സ്വഹാബിമാർ പലരും കല്ല് കൊണ്ട് ശുദ്ധീകരിച്ചത് ധാരാളമായി വന്നിട്ടുണ്ട്. മൂത്രമൊഴിച്ചിട്ടും കാട്ടിച്ചിട്ടുമൊക്കെ കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കിയ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നബി മലമൂത്ര പോയി സ്വഹാബിയെ പറഞ്ഞു, സ്വഹാബി കല്ലുമായി വന്നു എന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് വെള്ളം കൊണ്ട് മാത്രം ശുദ്ധിയാക്കുക, 2 കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കുക, 3 കല്ലുകൊണ്ട് ആദ്യം ശുദ്ധിയാക്കുകയും ശേഷം വെള്ളം കൊണ്ടതിന് മീതെ ശുദ്ധിയാക്കുകയും ചെയ്യുക. ഈ 3 രീതിയാണ് ഇതിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു വിഷയത്തിലെ ചർച്ചകൾ. ഒന്ന് വയസ്തജ്മിറു, അവൻ കല്ലോ സമാനമായതോ കൊണ്ട് ശുദ്ധിയാക്കണം. ഇസ്തിജ്മാർ, ഇസ്തിൻജാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ട് ശുദ്ധിയാക്കലാണ്. ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കലാണ്. വയസ്തജ്മിറു എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടവൻ ശുദ്ധിയാക്കണം. കല്ലോ അല്ലെങ്കിൽ കല്ലിന് സമാനമായ വെള്ളമല്ലാത്ത മറ്റു സംഗതികൾ, ഇപ്പം മൺകട്ടകളാവാം, ഇഷ്ടികയാവാം, അല്ലെങ്കിൽ പേപ്പറുകളാവാം, ഇന്നത്തെ കാലത്താണെങ്കിൽ ടിഷ്യൂ ആവാം, അങ്ങനെയൊക്കെയുള്ള ഏതും വെള്ളമല്ലാത്ത മറ്റു, അതായത് ആ നജസ്സിനെ വലിച്ചെടുക്കുന്നതും സ്ഥലം ശുദ്ധീകരിക്കുന്നതുമായ സംഗതികൾ, അതാണ് വേണ്ടത്. നജസ്സിനെ വലിച്ചെടുക്കണം, അവിടെ ആ സ്ഥലം അത് ശുദ്ധിയാവുകയും വേണം, അതാണ് ഇതിലുള്ളത്. അപ്പം അതിന് പറ്റില്ല. ഇപ്പം ടൈൽസ് പറ്റു വെച്ചാൽ പറ്റൂല, കാരണം എന്താണ്, നജസ്സിനെ വലിച്ചെടുക്കുകയില്ല. എന്നാൽ അത് വരുന്നുണ്ട്, അവർക്ക് നമ്മൾ തിരിഞ്ഞ കൈകടി ചിലപ്പോൾ ഇപ്പം കഴിയാൻ നിൽക്കുന്നുള്ളൂ. പിന്നെ അപ്പം അവിടെ നജസ്സിനെ വലിച്ചെടുക്കുകയും നജസ്സാകുന്ന ഇടം, ലിംഗത്തിൻ്റെ അഗ്രഭാഗം, അതേപോലെ പിന്തോലത്തിൻ്റെ അഗ്രഭാഗം, അവിടെയൊക്കെ ശുദ്ധിയാകുകയും വേണം. ആ നിലക്കുള്ള ഏതും ഉപയോഗിക്കാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇന്നത്തെ കാലത്ത് പറ്റിയൊരു സംവിധാനമാണ്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലോ പറ്റൂല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് തുടച്ചു പോയിട്ടുണ്ടെങ്കിൽ ശുദ്ധിയാവുകയില്ല. അപ്പം ഇതാണ് ഇസ്തിജ്മാർ. രണ്ടുകൂടെ ഉപയോഗിക്കാം, അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വയസ്തജ്മിറു, അവൻ കല്ലോ സമാനമായവയോ കൊണ്ട് ശുദ്ധീകരിക്കണം. സുമ്മ യസ്തൻജി ബിൽ മാഇ, പിന്നെ വെള്ളം കൊണ്ടും ശുദ്ധിയാക്കണം. ഫിഖ്ഹിൽ പൊതുവെ അതാണ് അഫ്ളലായി പറഞ്ഞത്. കർമ്മശാസ്ത്രത്തിൽ ഷാഫി മദ്ഹബാവട്ടെ ഹംബലി മദ്ഹബാവട്ടെ അവിടെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞത് ആദ്യം കല്ല് കൊണ്ട് ശുദ്ധിയാക്കുക, പിന്നെ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക എന്നാണ് അവരൊക്കെ അഫ്ളലായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് രണ്ടും കൂടെ ഏകോപിപ്പിക്കണം, അല്ലെങ്കിൽ നബി രണ്ടും കൂടെ ഉപയോഗിച്ചു എന്നൊരു ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. നബി കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയതുണ്ട്, നബി വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയതുമുണ്ട്. എന്നാൽ കല്ലുകൊണ്ട് ശുദ്ധിയാക്കി പിന്നെ വെള്ളം കൊണ്ട് മേലെ ശുദ്ധിയാക്കി എന്നൊരു ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഹദീസ് വന്നിട്ടില്ല. പിന്നെ അവരിത് പറയാൻ നിമിത്തം നബി 2 ഉപയോഗിച്ചല്ലോ, അപ്പം കല്ലും പറ്റും മനസ്സിലായി, വെള്ളവും പറ്റും മനസ്സിലായി. അപ്പം രണ്ടും കൂടെ ജംഅ് ചെയ്യുക എന്നതിലേക്കാണ് ഈ മസല ഇതിലൊക്കെ പറഞ്ഞു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലുള്ളവരൊക്കെ പറഞ്ഞു അത് വേണമെന്നില്ല, അത് അഫ്ളല പറയാൻ നമുക്ക് വകുപ്പില്ല. ഈ 2 ഉപയോഗിച്ചാലും ശുദ്ധിയാവുക എന്നതാണ് തത്വം. ശുദ്ധിയാവാൻ ഏതാണ് പറ്റുക, അത് കല്ലാണെങ്കിൽ കല്ല്, വെള്ളാണെങ്കിൽ വെള്ളം, അല്ലാത്ത അത് ശുദ്ധിയാവുക എന്നുണ്ടായാൽ മതി എന്നതാണ് അവരൊക്കെ അതിൽ പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഇവിടെ മുഅല്ലിഫ് പറഞ്ഞത് വയസ്തജ്മിറു, കല്ല് കൊണ്ട് ശുദ്ധിയാക്കണം. സുമ്മ യസ്തൻജി ബിൽ മാഇ, പിന്നെ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുകയും വേണം. എന്നാൽ വയുജ്സിഉഹു അൽ ഇസ്തിജ്മാറു, വയുജ്സിഉഹു ഒരു മതിയാകുന്നതാണ് അൽ ഇസ്തിജ്മാറു, കല്ലുകൊണ്ട് മാത്രമുള്ള ശുദ്ധീകരണവും മതിയാകുന്നതാണ് ഇസ്തിജ്മാർ. അപ്പം കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കി വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല എങ്കിൽ വയുജ്സിഉഹു അതവന് മതിയാകും. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പം കല്ലുകൊണ്ട് മാത്രം നബി ശുദ്ധിയാക്കിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, നബിയുടെ സ്വഹാബിമാരെ പറഞ്ഞ വ്യത്യസ്തമായ വിഷയത്തിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന നബിയ അത്തൽ ഗായിത, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിക്കാനായി പോയി. ഇബ്നു മസ്ഊദ്
റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിക്കുവാനായി പോയി. വ അമറഹു അൻ യഅതിഹു ബി സലാസത്തി അഹ്ജാരിൻ. ഇബ്നു മസ്ഊദ് നബി പറഞ്ഞു, നീ ഒരു 3 കല്ല് കൊണ്ടുവാ എന്ന് പറഞ്ഞ് നബി കാട്ടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫഅതാഹു ബി ഹജറൈനി വ റൗസ. ഇബ്നു മസ്ഊദ് ഞാൻ അവിടെയൊക്കെ നോക്കുമ്പോൾ ഈ കല്ല് വല്ലാതെ കിട്ടിയില്ല. അപ്പം 2 കല്ലും ഒരു ഉണങ്ങിയ ഒരു പിണ്ടിയും കിട്ടി എനിക്ക്. എന്തോ ഒരു മൃഗത്തിൻ്റെ ഒരു കാട്ടം, അത് ഉണങ്ങിയതല്ല. അപ്പം അതും ഈ 2 കല്ലും കൊണ്ട് ഞാൻ ചെന്നു. അങ്ങനെ നബി ഹജറൈനി റൗസ. ആ കല്ല് നബി എടുത്തു, ആ പിണ്ടി നബി വലിച്ചെറിഞ്ഞു. നബി പറഞ്ഞു, ഹാദാ റിക്സുൻ, ഇത് അശുദ്ധമാണ്, നജസാണ് എന്ന് പറഞ്ഞു. അപ്പം പിണ്ടി പറ്റൂല എന്നതിന് മനസ്സിലായി. അപ്പം നബി കല്ല് കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് കിട്ടി. കാട്ടിക്കാൻ പോയതാണ്, എന്നിട്ട് നബി അവിടെ വെള്ളമില്ലാതെ കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കി എന്ന് കിട്ടി. അതേപോലെ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു, നഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തൻജിയ ബി അഖല്ല മിൻ സലാസത്തി അഹ്ജാരിൻ. 3 കല്ലിനേക്കാൾ കുറഞ്ഞ എണ്ണം കല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നത് നബി അങ്ങോട്ട് വിരോധിച്ചിരുന്നു. ഒറ്റക്കല്ല് 2 കല്ല് അതോടൊന്നും ശുദ്ധിയാക്കരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. 3 കല്ലെങ്കിലും ഉപയോഗിക്കണം എന്ന് നബി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് സൽമാൻ പറഞ്ഞ മറ്റൊന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നബി കല്ല് മാത്രം ഉപയോഗിച്ചു എന്ന് കിട്ടി. ഇനി വെള്ളം മാത്രം ഉപയോഗിച്ചു എന്നും ഹദീസുണ്ട്. അനസ് റളിയല്ലാഹു പറയുന്നു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു ഖലാഅ ഫഅഹ്മിലു അന വഗുലാമുൻ നഹ്വി ഇദാവതൻ മിൻ മാഇൻ വഅനസ. നബി വിസർജന സ്ഥലത്തേക്ക് പോകും. അപ്പം ഞാനും എൻ്റെ ഒപ്പമുള്ള കുട്ടിയും കണ്ടാലും കൂടെ പാത്രത്തിൽ വെള്ളം നബിക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു നബി വെള്ളം ഉപയോഗിച്ച് ശുദ്ധിയാക്കിയിട്ടുണ്ട് എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലായി. അപ്പം നബി വെള്ളം ഉപയോഗിച്ചതും ഹദീസിലുണ്ട്, കല്ല് ഉപയോഗിച്ചതും ഹദീസിലുണ്ട്. എന്നാൽ കല്ല് ഉപയോഗിച്ചതിന് ശേഷം വെള്ളം കൂടി ഉപയോഗിച്ചു എന്ന് നബിയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നതായിട്ട് പൊതുവെ ആരും പറഞ്ഞതായി കാണുന്നില്ല. എന്നാൽ ഈ 2ഉം കൂടെ ജമ്മ് ചെയ്താൽ അത് പരിപൂർണമാണ് എന്ന് സംശയമൊന്നുമില്ല. ഒരാൾ കല്ലോട് ശുദ്ധിയാക്കി പിന്നെ വെള്ളം കൂടി ശുദ്ധിയാക്കി തന്നത് അത് എമ്പാടുമായി അത് അക്മലാണ്, പരിപൂർണമാണ് എന്നൊരാൾക്ക് പറയാം എന്ന് വ്യത്യാസം ഇല്ലതാനും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഏതായാലും വേണ്ടില്ല ശുദ്ധിയാവുക എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് കല്ലായാലും വേണ്ടില്ല, വെള്ളമായാലും വേണ്ടില്ല, ഏതായാലും മതി. മുൻഗാമികളിൽ ഒറ്റപ്പെട്ട ചിലർ, മുൻഗാമികൾ താബികൾക്കുള്ള ആ ഗണത്തിൽ വരുന്ന ഒറ്റപ്പെട്ട ചില ആളുകൾ വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിനെ വെറുത്തതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വെള്ളം കൊണ്ട് മാത്രം ശുദ്ധിയാക്കുക എന്നതിനെ അവർ വെറുത്തതായി ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് ആരും അത്ര വലിയ കാര്യമായി പരിഗണിച്ചില്ല. അവരിന് കാരണം പറഞ്ഞത്, വെള്ളം കൊണ്ട് മാത്രം ശുദ്ധീകരിക്കുമ്പോൾ കയ്യിൽ നജസാകുന്നുണ്ടല്ലോ ആദ്യം. അപ്പം കൈ നജസാക്കൽ ഒരു നല്ല പണിയല്ലല്ലോ എന്ന ന്യായമാണ് അവരതിന് കാരണമായി പറഞ്ഞത്. അപ്പം കല്ലുകൊണ്ട് ആദ്യം ശുദ്ധിയാക്കിയാൽ കയ്യുമിലാവില്ല, പിന്നെ വെള്ളം കൊണ്ട് കഴുകിയാൽ പ്രശ്നമില്ല. ആദ്യം കൈ കൊണ്ട് കഴുകുമ്പോൾ കയ്യുമിലാദ്യം കാട്ടമാകുന്നില്ലേ, അപ്പം കൈ നജസാക്കുക എന്നൊരു വകുപ്പ് വരുന്നില്ലേ, അതെന്തിനാണ്? അബ്ദുല്ലാഹി ഇബ്നു സുബൈറൊക്കെ അങ്ങനെ പറഞ്ഞതായി വന്നിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ കൈ ഞാൻ മലിനമാക്കുന്നത് എന്ന് ചോദിച്ചത് കാണാൻ പറ്റും. പക്ഷെ അതൊരു ന്യായമായ കാരണമായി പൊതുവെ പിന്നീട് വന്നവരാരും അംഗീകരിച്ചിട്ടില്ല. കാരണം അവിടെ കൈ മലിനമാക്കാൻ വേണ്ടിയല്ല, ഒരു മാലിന്യത്തെ നീക്കാൻ വേണ്ടി ഈ ഒരു മാർഗമല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇപ്പം ഇന്നത്തെ കാലത്താണ് പ്രത്യേകിച്ചും ഹാൻഡ് ഷവർ ഉണ്ട്. കൈ കൊണ്ട് പിടിക്കാത്തന്നെ വേണമെങ്കിൽ ആദ്യം ഷവർ കൊണ്ടാണ് വൃത്തിയാക്കി കഴിഞ്ഞാൽ രസമൊക്കെ നീങ്ങി പോകും, പിന്നെ കൈ കൊണ്ട് വഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വേണം. നമുക്ക് ആ പറഞ്ഞതിന് ഇന്ന് അങ്ങനെ ഒരു ഭാഗം കൂടി നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഉണ്ട് താനും. ഏതായിരുന്നാലും അങ്ങനെ ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ ഇമാം ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലൊക്കെ അങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നു. വല്ലാഹു അഅലം. ഉപയോഗിച്ച കല്ല് വീണ്ടും ഉപയോഗിക്കാം. ഈ നജസുകളുടെ ഒരു ശേഷിപ്പും അതിൽ ബാക്കിയില്ലെങ്കിൽ, അതിൻ്റെ നിറമോ അതിൻ്റെ അടയാളങ്ങളോ ഒന്നും അതിലില്ല. കാരണം ആ കല്ല് ശുദ്ധിയാവും. അത് വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടിട്ടോ ഒക്കെ ആ കല്ല് ശുദ്ധിയാവും, അത് വീണ്ടും ഉപയോഗിക്കാം. എന്നാൽ ആ നജസ് ഉള്ളതോട് കൂടി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റുകയില്ല. അതിൽ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതെ, ഈ പറഞ്ഞ അക്മൽ ഏറ്റവും പരിപൂർണം എന്ന് പറയുന്നതാണ് ടിഷ്യൂ ഉപയോഗിക്കുന്നു, ശേഷം വെള്ളം കൊണ്ട് കഴുകുന്നു. മതി, വെള്ളം വേണമെന്നില്ല, ഒന്നും വേണമില്ല. വെള്ളവും ടിഷ്യൂ ഉണ്ട് എങ്കിൽ അഫ്ദൽ ഏത്? അതിൽ വ്യത്യാസങ്ങളുണ്ട്. വെള്ളവും കല്ലുമുണ്ട് എങ്കിൽ കല്ല് ഉപയോഗിക്കാണോ അഫ്ദൽ? രണ്ടും കൂടി ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ കല്ല് അല്ലെങ്കിൽ വെള്ളം, എങ്കിൽ ഏതിനെ മുന്തിക്കണം എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രബല അഭിപ്രായം അവിടെ വെള്ളമാണ് അഫ്ദൽ എന്നാണ്.
കാരണം ഒരു നജസിനെ നീക്കാൻ അസ്ലിയായി ഉപയോഗിക്കുന്നത് വെള്ളമാണ് എന്ന തത്വപ്രകാരം ചിലരത് ഭൂരിപക്ഷവും അതങ്ങനെ പറഞ്ഞ് കാണുന്നു. വെള്ളമാണ് അവിടെ കൂടുതൽ അഫ്ദലായത് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അവിടെയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്. കാരണം ചിലർ ഇങ്ങനെ പറഞ്ഞു, വെള്ളം കൊണ്ട് അല്ലാതെ നജസ് നീങ്ങുകയില്ല എന്ന് വരെ പറഞ്ഞവരുമുണ്ട്. അവിടെയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വെള്ളമാവട്ടെ കല്ലാവട്ടെ അല്ലാത്തതാവട്ടെ നജസ് നീങ്ങുക എന്നതാണ് ഇതിൻ്റെ തത്വം. അതുകൊണ്ട് നജസ് നീങ്ങിയോ എങ്കിൽ ശുദ്ധിയായി. അതാണ് പരിഗണിക്കേണ്ടത്. എന്തുപയോഗിച്ചു എന്നുള്ളതല്ല, എന്തുപയോഗിച്ചാലും നജസ് നീങ്ങിയിട്ടുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. അപ്പം കല്ല് ശേഷം വെള്ളം, അതാണ് ഇപ്പം നമ്മളെ മുസന്നിഫ് പറഞ്ഞത്, രചയിതാവ് പറഞ്ഞത് ആദ്യം കല്ല് പിന്നീട് വെള്ളം. എന്നാൽ വയുജ്സിഉഹു, ഒരു മതിയാകും അൽ ഇസ്തിജ്മാറു, കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കൽ മതിയാകും. പക്ഷെ നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? ഇല്ലം യഅ്ദുൽ ഖാരിജു മൗളിഅൽ ആദതി, ഇല്ലം യഅ്ദുൽ ഖാരിജു, പുറത്ത് വന്ന വസ്തു മൂത്രമാകാം കാഷ്ടമാകാം അല്ലാത്തതാവാം, അതാണ് ഖാരിജ്. ഖാരിജ് എന്നാൽ മലമൂത്ര ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വന്നതിനൊക്കെ ഖാരിജ് എന്ന് പറയാം. മലമൂത്ര ദ്വാരത്തിലൂടെ എന്ത് വന്നാലും ശുദ്ധിയാക്കണമെന്നാണ് ഒരു അഭിപ്രായം പ്രധാനമായും. മൂത്രവും കാഷ്ടവും മാത്രമല്ല, അല്ലാത്ത ഒരാൾ ഒരു ഉറുപ്പിക മുണുങ്ങി ആ ഉറുപ്പിക കൊഴിഞ്ഞാടി, എന്നാ പോകാൻ പോയി കഴുകണോ? വേണമെന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ല മൂത്രമൊഴിച്ചു കാട്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, എന്ത് വന്നാലും അതാണ് ഖാരിജ് എന്നത്. അപ്പം ഇല്ലം യഅ്ദുൽ ഖാരിജു, ഖാരിജ് പുറത്തേക്ക് വന്നത് അത് വിട്ടുകടന്നിട്ടില്ലെങ്കിൽ, എന്തിന്? മൗലി അൽ ആദത്തി, സാധാരണയുള്ള സ്ഥലത്തെ വിട്ടുകടന്നിട്ടില്ലെങ്കിൽ. മൂത്രമൊഴിച്ചാൽ സാധാരണ മൂത്രം പോരുന്ന സ്ഥലം വിട്ട് ഒന്നാകണ മൂത്രമായി, എന്നാ ഇനി കല്ല് മതിയാവൂല. അല്ലെങ്കിൽ കാട്ടിച്ചപ്പോൾ കാലുമ്പോൾ കൂടെ ഒന്നാകണ ഒലിച്ചു എങ്കിൽ അവിടെ കല്ലുകൊണ്ട് മാത്രം മതിയാവില്ല. അതാണ് ഇല്ലം യഅ്ദുൽ ഖാരിജു മൗലി അൽ ആദത്തി, പതിവുള്ള സ്ഥലത്തിന് അപ്പുറത്തേക്ക് ഇത് വിട്ട് കടന്നിട്ടില്ലെങ്കിൽ അവന് കല്ല് മാത്രവും മതിയാകും. അപ്പം അതല്ല ഒന്നാകെ എരപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ലോട് മാത്രം തുടച്ച് നീച്ചു പോയാൽ പോരാ, അപ്പം വെള്ളം കൂടി അവൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിക്കണം. എന്താ അതിന് എതിര് പറഞ്ഞവരുണ്ട്. കാരണം അങ്ങനെ എങ്ങനെ പറയാം, ശുദ്ധിയായാൽ പോരെ, ശുദ്ധിയായാൽ മതിയല്ലോ, അപ്പം കല്ലുകൊണ്ട് വന്ന് ഒന്നാകെ തുടച്ച് വൃത്തിയാക്കി ആകെ ശുദ്ധിയായി, പ്രശ്നമില്ലല്ലോ എന്ന് അതിന് വിരുദ്ധമായി അഭിപ്രായം ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അഭിപ്രായം ഒരു ന്യായമായ അഭിപ്രായം തന്നെയാണ്. കാരണം അപ്പം ശരീരത്തിൽ മൊത്തം നജസ് വന്നു. ഇവിടെ ആ സ്ഥലം ശുദ്ധിയാകാമെന്ന് മാത്രമല്ല, മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിന് മൂത്രം കഴുകി നന്നാക്കുക എന്നുള്ളതല്ലോ. മൂത്രം ഒഴിച്ചു പോയി, കാട്ടും ഒഴിച്ചു പോയി, പക്ഷെ കാട്ടും മൂത്രം വന്ന സ്ഥലം അശുദ്ധമായി മാറുന്നു. അപ്പോൾ ആ സ്ഥലത്തെ ശുദ്ധിയാക്കുക എന്നുള്ളതാണല്ലോ. അതിനെ വിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കാട്ടമോ മൂത്രമോ ആയിക്കഴിഞ്ഞാൽ ആ ഭാഗം ശുദ്ധിയാക്കാൻ പിന്നെ വെള്ളം തന്നെ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതൽ ന്യായമായ കാരണമാണ് താനും. വല്ലാഹു അഅലം. ശരി, ഇമാം അഹ്മദ് റഹിമഹുള്ളാഹി ചില ശിഷ്യന്മാരും മദ്ഹബ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇദാ തഅദ്ദ മൗദിഅ അൽ ഹാജത്തി ലം യജുസ് ഫിൽ ജമീഅ ഇല്ലൽ മാ എന്നാണ്. അത് പതിവുള്ള സ്ഥലത്തിനേക്കാൾ അപ്പുറത്തേക്ക് മൂത്രമോ കാട്ടമോ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളമല്ലാതെ പറ്റുകയില്ല എന്ന് വരെ ഇമാം അഹ്മദിൻ്റെ മദ്ഹബിലെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ വെള്ളമേ പറ്റുള്ളൂ, പിന്നെ കല്ല് മാത്രം പോരാ. കല്ല് ഉപയോഗിക്കാം, പക്ഷേ അതിന് മേലെ വെള്ളം എന്തായാലും ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും തത്വം അത് വ്യക്തമാണ്, വൃത്തിയാവുക എന്നത് പ്രധാനമാണ്. എന്നാൽ അവിടെ ഒരു കലക്കായിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു ഉസൈമീനൊക്കെ പറയുന്നു, ഒരാളിപ്പോൾ ഒരു മൂത്രമൊഴിച്ചു അല്പം ഒരു 1-2 തുള്ളിയൊക്കെ കുറച്ച് അപ്പുറത്തേക്കായി എങ്കിൽ ഈ പറഞ്ഞ ഒരു വകുപ്പ് പറയണമെന്നില്ല. എന്നാൽ കുറച്ച് അധികം സ്ഥലത്തേക്ക് മൂത്രമോ കാട്ടമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് ശുദ്ധിയാക്കുക, അതിന് വെള്ളം തന്നെ ഉപയോഗിക്കുക എന്നതാണ് അവിടെ അവൻ ചെയ്യേണ്ടത് എന്ന് രണ്ടും കൂടെ ജംഅ് ചെയ്തുകൊണ്ട് അവരൊക്കെ പറഞ്ഞതായും കാണുന്നു. വല്ലാഹു അഅലം.